ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ മലയാളത്തിലെ ജനപ്രിയ നായകൻ 2017 ഫെബ്രുവരിയിൽ നടന്ന ഒരു ഹീനകൃത്യത്തിൽ നടിയെ ആക്രമിച്ച കേസ് എന്ന് പിന്നീട് മാധ്യമങ്ങളൊക്കെ പറഞ്ഞ സംഭവത്തിൽ പ്രതിയാക്കപ്പെടുകയാണ്. 8ാം പ്രതി. എന്തൊക്കെയാണ് ദിലീപിന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ? ക്രിമിനൽ ഗൂഢാലോചന, അതായത് IPC 120B, 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം, അന്യായ തടങ്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം, കൂട്ടബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, പ്രേരണാകുറ്റം, പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യം. ഇത് മാത്രമല്ല, മറ്റു പ്രതികളിൽ ഉള്ള കുറ്റത്തേക്കാൾ ഒന്നുകൂടി IT നിയമപ്രകാരം സ്വകാര്യ ചിത്രമോ ദൃശ്യമോ പകർത്തുക, ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചതിനുള്ള കുറ്റം, ഇതൊക്കെ ദിലീപിന്റെ മേൽ ചാർത്തപ്പെട്ടു. 8 വർഷം വിചാരണ നടന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ വേളയിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുകയാണ്. ക്രിമിനൽ ഗൂഢാലോചന എന്ന IPC 120B സെക്ഷൻ തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ, നിയമവിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെളിയിക്കാൻ പ്രയാസമുള്ള ഒരു വകുപ്പ് കൂടിയാണ് IPC 120B. പ്രോസിക്യൂഷന് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഡയറക്റ്റ് എവിഡൻസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ട പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുറ്റം തെളിയിക്കാൻ, കുറ്റവാളിയാണെന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ വളരെ കൃത്യമായ തെളിവുകൾ വേണം എന്നർത്ഥം. കാര്യങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ കോടതി സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകും, സംശയമില്ല. ഇവിടെ വളരെ കൃത്യമായി നമുക്കറിയാം, സാഹചര്യ തെളിവുകളാണ് ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. സാഹചര്യ തെളിവുകൾക്കനുസരിച്ച് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷനായത്. അതത്ര സ്ട്രോങ് ആയ സാഹചര്യ തെളിവുകളല്ല എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ സംശയമുള്ള പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ കേസിന്റെ വിധി വരുന്നതിന് തലേദിവസം പ്രോസിക്യൂഷൻ പോലും അങ്ങനെ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്ന് മുഖ്യപ്രതിയായ പൾസർ സുനി. നമുക്കറിയാം, ഈ കേസിൽ ഡയറക്റ്റായി പങ്കെടുത്ത ആളുകളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ബലാത്സംഗത്തിനടക്കം ഇവർക്കെതിരെ ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ പൾസർ സുനി എന്നയാൾ സിനിമാ രംഗത്ത് ഏറെ പരിചിതനായ ഒരാളാണ്. മുകേഷ് മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ആളുകളുടെ ഡ്രൈവറാണ്. ഇരയാക്കപ്പെട്ട ഈ സിനിമാ നടിയുടെ ഡ്രൈവറായി പോലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇയാളുമായി ദിലീപിനുള്ള ബന്ധം, അതായത് ദിലീപിന്റെ മാനേജറുടെ ഫോണിലേക്ക് ഇയാൾ വിളിച്ച ഒരു കോള്, ആ കോൾ പണം ചോദിച്ചാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം, ഇവയൊക്കെ ആയിരുന്നു വളരെ സ്ട്രോങ് ആയി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ. ഒന്ന്, പക്ഷേ സിനിമാ രംഗത്തുള്ള ആളാണ്, അയാൾക്ക് നിരവധി ബന്ധങ്ങൾ ഉണ്ടാകാം. നിരവധി നടന്മാരുടെ ഡ്രൈവറാണ്. സിനിമയിലെ ഡ്രൈവേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പൾസർ സുനി. അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ശരിയാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എവിഡൻസ് ആകട്ടെ ഈ പറഞ്ഞ ഫോൺ കോളും ഒപ്പം ഒരു സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനിക്കൊപ്പം ദിലീപ് നിൽക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. എന്നാൽ നേരിട്ട് ദിലീപ് ഇയാൾക്ക് പണം കൊടുത്തതിൻ്റെ യാതൊരു തെളിവും പ്രോസിക്യൂഷൻ ലഭിച്ചില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ CCTV ദൃശ്യങ്ങളിൽ, ദിലീപ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ CCTV ദൃശ്യങ്ങളിൽ പൾസർ സുനിയെ കണ്ടു എന്നുള്ളതാണ് മറ്റൊരു തെളിവായി മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പൾസർ സുനി ദിലീപിനെ കാണാൻ പോയതാണോ, അതോ ദിലീപിനെ കാണാൻ പോയത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണോ? അങ്ങനെ നിയമത്തിൻ്റെ ഒരുപാട് ലൂപ്പ് ഹോൾസ് വളരെ കൃത്യമായി പ്രതിഭാഗത്തിന് മുന്നോട്ട് വെക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. കേവലം കണക്റ്റിംഗ് ലിങ്കുകൾ മാത്രം, അതാണ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചത്. അത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കോടതിക്ക് മുന്നിലെത്തുമ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളായി മാറുന്ന പശ്ചാത്തലം കൂടി, പ്രത്യേകിച്ചും ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണ്. അപ്പോൾ മറ്റ് ഏത് പ്രതികളെ പോലെ തന്നെ അത്ര ഗൗരവതരമായ, വളരെ ഡയറക്റ്റായ, കോൺക്രീറ്റായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ ദിലീപുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. ദിലീപ് സിനിമ ചെയ്യാനിരുന്ന ആളാണ്. ഈ ബാലചന്ദ്രകുമാർ വർഷങ്ങൾക്ക് ശേഷം മുന്നോട്ട് വന്ന് പറഞ്ഞ തെളിവുകൾ, അതും ഈ ദൃശ്യങ്ങൾ, ഈ ഇരയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാസറ്റിട്ട് അല്ലെങ്കിൽ CD ഇട്ട് കാണുന്നത് താൻ കണ്ടു, അതിൽ ചില കമൻറ്റുകൾ ദിലീപിൻ്റെ ഭാഗത്ത് താൻ കേട്ടു എന്നൊക്കെയായിരുന്നു ബാലേന്ദ്രകുമാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ. അതും ബാലേന്ദ്രകുമാറും ദിലീപുമായുള്ള സൗഹൃദം, അതിനുശേഷം ഇവരെന്തുകൊണ്ട്
ശത്രുക്കളായി, ബാലേന്ദ്രകുമാറിന് ദിലീപ് ശത്രുവായി എന്ന കാര്യത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ സാമ്പത്തിക വിഷയങ്ങളടക്കം, ഈ സിനിമ നടക്കാത്ത കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന് മുന്നോട്ട് വെക്കാനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനുമായി, അതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബാലേന്ദ്രകുമാർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺക്രീറ്റായ ഡയറക്റ്റായ തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ ഭയപ്പെട്ടിരുന്നു. ഇത് 2 പ്രോസിക്യൂട്ടർമാർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കേസിട്ട് പാതി വഴിയിലിട്ട് ഉപേക്ഷിച്ചു പോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ഈ കോടതി അടക്കം മാറണമെന്ന ആവശ്യം കൂടി പലപ്പോഴും ഈ വാദിഭാഗമൊക്കെ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം മുതൽ തന്നെ പ്രോസിക്യൂഷന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ദിലീപ് എന്ന നടൻ പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. അതായത് ദിലീപിനെ ശിക്ഷിക്കാനായതോടുകൂടി ജുഡീഷ്യറിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ശിക്ഷ ഇങ്ങനെ ആകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പല ആളുകളും പൊതുജനത്തിൽ നിന്നും പൊതുജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ കോടതിയുടെ കാര്യം, കോടതിക്ക് വളരെ കൃത്യമായി തന്നെ തെളിവുകൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 120B ആണ് വകുപ്പ്. അവിടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം പ്രോസിക്യൂഷന്. അല്ലെങ്കിൽ ഇത്തരമൊരു വിധിന്യായത്തിലേക്ക് പോകാനേ കോടതിക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മളൊക്കെ ഒരു സെൻസേഷണലിസം, വലിയൊരു സെൻസേഷണലിസമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ സെൻസേഷണലിസം ഒരിക്കലും കോടതിയുടെ നടപടിക്രമങ്ങളെ, കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളെ, കോടതിയുടെ വിധിന്യായത്തെ ബാധിക്കില്ല എന്നത് വളരെ കൃത്യമാണ്. ഇതിൽ ഗൂഢാലോചന ആരോപിച്ച് നമുക്കറിയാം, ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ചത് കൊച്ചിയിൽ നടന്ന ഒരു സിനിമാ സംഘടനകളുടെ ഈ നടിക്ക് അനുകൂലമായി നടന്ന ഒരു ചടങ്ങിൽ, ദിലീപ് കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ നടി മഞ്ജു വാര്യരായിരുന്നു. ഈ മഞ്ജു വാര്യർക്കെതിരെ ശക്തമായ വിമർശനം, അതായത് തൻ്റെ കരിയർ നശിപ്പിക്കാനായി ഗൂഢാലോചന ആരംഭിച്ചത് ആ യോഗം മുതലാണ് എന്നാണ് മാധ്യമങ്ങളോട് ദിലീപ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിയമപോരാട്ടം തുടരും, സംശയമില്ല. ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ പ്രോസിക്യൂഷൻ നീങ്ങാൻ പോവുകയാണ്. സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. കാരണം സർക്കാരിനും ഭരണാധികാരികൾക്കുമൊക്കെ ദിലീപിനെ എതിർത്ത് പറഞ്ഞേ മതിയാവൂ, ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോയേ മതിയാവൂ. കാരണം എന്ന് വെച്ചാൽ പൊതുജന വികാരം അത്രത്തോളം ആ നടിക്കൊപ്പം ഉണ്ടായിരുന്നു, ഇരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, ദിലീപിനെതിരായിരുന്നു ഒരു സമയത്ത് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം വന്നതോടുകൂടി ദിലീപിന് വളരെ കൃത്യമായ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവർ എന്തിന് ഈ നടിയെ ഇത്തരത്തിൽ ആക്രമിക്കണം, ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യണം, ഇത്തരത്തിൽ പീഡിപ്പിക്കണം എന്ന കാര്യത്തിലൊക്കെ എന്ത് മോട്ടീവാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന കാര്യത്തിലൊക്കെ തെളിവ് വേണ്ടി വരും. കാരണം ഈ ഇരയുമായി ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വവൈരാഗ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ വാദങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് ഹൈക്കോടതിയിൽ നടക്കുമെന്ന കാര്യത്തിൽ ഏതായാലും നിയമവഴികൾ തുടരുകയാണ്. ദിലീപ് പൂർണ്ണമായും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതാൻ സാധിക്കില്ല. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.